PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു ലഭിക്കാത്തവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണത്തിൻ്റെ പുതിയ അറിയിപ്പുകളും അതുപോലെ തന്നെ ഗ്യാസ് ബുക്കിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകുന്നില്ലെന്ന് ഉപഭോക്താക്കൾ. കഴിഞ്ഞ 2 ദിവസമായി ഈ സ്ഥിതി തുടരുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള നമ്പറിലേക്ക് വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്ത് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. വലിയ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ചെറിയ നിയന്ത്രണങ്ങൾ ബുക്കിങ്ങിൽ ഏർപ്പെടുത്തിയത്. നിലവിൽ ഗ്രാമീണ മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള 45 ദിവസമാക്കിയിട്ടുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഒരു സിലിണ്ടർ ലഭിച്ചതിന് ശേഷം അടുത്ത ബുക്കിങ്ങിനായി കുറഞ്ഞത് 25 ദിവസത്തെ ഇടവേള നിർബന്ധമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക 9,600 രൂപ വീതം 4.5 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ദിവസങ്ങൾക്കുള്ളിൽ എത്തും. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 16 മാസത്തേതാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇതിൽ 6 മാസത്തെ പെൻഷനാണ് ഈ മാസം വിതരണം ചെയ്യാൻ പോകുന്നത്. 6 മാസത്തെ കുടിശ്ശിക വിതരണത്തോടൊപ്പം അംശാദായ റീഫണ്ടും അനുവദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ ചേർന്ന ബോർഡ് ഡയറക്ടർമാരുടെ യോഗത്തിലാണ് ഈ കാര്യം തീരുമാനമായത്. പെൻഷനും അംശാദായ റീഫണ്ടുമായി ഏകദേശം 400 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു തുക പലരുടെയും അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇത്തവണയും പണം ലഭിക്കാത്ത ധാരാളം ഗുണഭോക്താക്കളുണ്ട്. എന്തുകൊണ്ടാണ് തുക തടസ്സപ്പെട്ടതും പരിഹരിക്കാൻ എന്താണ് മാർഗമെന്നും കൂടി പറയാം. വിവിധ കാരണങ്ങൾ കൊണ്ടാണ് തുക മുടങ്ങിയിട്ടുള്ളത്. ആധാർ അധിഷ്ഠിത eKYC ചെയ്തിട്ടില്ലെങ്കിൽ പണം ലഭിക്കില്ല. നിങ്ങളുടെ കൃഷിഭൂമിയുടെ രേഖകൾ പോർട്ടലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തുക തടസ്സപ്പെടും. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിക്കാത്തതും ഒരു കാരണമാണ്. അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റുകളും തുക മുടങ്ങാൻ കാരണമാകാം. പേര്, ആധാർ നമ്പർ എന്നിവയിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും പണം വരുന്നത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനുള്ള പരിഹാരങ്ങൾ eKYC അപൂർണമാണെങ്കിൽ മൊബൈൽ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ ഉടൻ തന്നെ പൂർത്തിയാക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റസിൽ ലാൻഡ് സീഡിംഗ് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് രേഖകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ബാങ്കിൽ പോയി നിങ്ങളുടെ അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അടുത്ത ഗഡുവിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനു മുമ്പോ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.